വയനാട് വാകേരിയിൽ വീണ്ടും നരഭോജിക്കടുവയുടെ ആക്രമണം. കല്ലൂർകുന്ന് ഞാറ്റടിയിൽ സന്തോഷിന്റെ പശുവിനെ കടുവ കടിച്ചുകൊന്നു. കടുവയ്ക്കായി പ്രദേശത്ത് 2 കൂടുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുകയാണ്. കടുവയ്ക്കായുള്ള വനംവകുപ്പിന്റെ തെരച്ചിൽ 8ാം ദിവസത്തിലെത്തി. കൂടല്ലൂരിലെ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടാനായി വനംവകുപ്പ് ഊർജിത തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് പ്രദേശത്ത് വീണ്ടും കടുവ പശുവിനെ പിടികൂടിയത്. കലൂർക്കുന്ന് ഞാറ്റാടി വാകയിൽ സന്തോഷിന്റെ തൊഴുത്തിലുണ്ടായിരുന്ന 2.5 വയസ്സുള്ള ഗർഭിണിയായ പശുവിനെയാണ് രാത്രി കടുവ ആക്രമിച്ചു കൊന്നത്. വീട്ടുകാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കടുവ പശുവിനെ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. ആട്ടുകൂടി ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ആടിനെ പിടിക്കാൻ കടുവ വന്നു. മിനിങ്ങാന്ന് കടുവ ഇതിൽ പോയ കാൽപ്പാടുണ്ട് വയലിൽ കൂടെ. ഞാൻ ചാടിയത് ലൈറ്റ് അടിക്കുമ്പം കടുവ പശുവിനെ പിടിച്ച് വലിക്കുന്ന കാണുന്നത്. അപ്പോൾ കയർ പൊട്ടിയിട്ടില്ല, വലിച്ച് കിട്ടാഞ്ഞിട്ട് വലിച്ച് പൊട്ടിക്കുമ്പോഴാണ് പൊട്ടിച്ച് കഴിഞ്ഞ് താഴേക്ക് മാറ്റുന്നു. ഒച്ച വെച്ചിട്ട് പോകുന്നില്ല, ടോർച്ച് വെച്ചിട്ട് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് അയൽവക്കത്തുള്ള എല്ലാവരും ഒച്ച കേട്ട് ഓടി വന്ന് അത് കഴിഞ്ഞിട്ടാണ് കടുവ ഇട്ടിട്ട് പോണത്. പ്രജീഷിനെ കൊന്ന നരഭോജി കടുവയാണ് പശുവിനെ കൊന്നതെന്നും പ്രദേശത്ത് 2 കൂടും ക്യാമറകളും സ്ഥാപിക്കുമെന്നും DFO കെ അജിത് രാമൻ പറഞ്ഞു. ഇന്ന് വളരെ നിർണായക ദിനമാണ്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് കടുവയെ നമുക്ക് കൂട്ടിൽ അകപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിന് സമീപത്തുള്ളൊരു കോറി പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് കടുവയെ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ WWS 45 എന്ന് പറയുന്ന കടുവ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8 ദിവസമായുള്ള തിരച്ചിലിൽ 5ാമത്തെ കൂടാണ് നരഭോജി കടുവയ്ക്കായി വാകേരിയിൽ സ്ഥാപിച്ചത്. ഉടൻ തന്നെ നരഭോജി കടുവ കൂട്ടിലാകുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പും നാട്ടുകാരും. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്. കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹനുണ്ട്. ദീപക്, ഇപ്പോൾ കടുവയെ ഏതു ഭാഗത്തായിട്ടാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ കൊന്ന പശുവിന്റെ ജഡം വെച്ചുകൊണ്ട് കൂട് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത് ഭാഗത്താണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്? ദീപക്, കേൾക്കാമോ? കേൾക്കാം സ്മൃതി. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഏതു ഭാഗത്താണ് നടക്കുന്നത്? സ്മൃതി, ഈ വാകേരിയിലെ കർഷകനെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ 8ാം ദിവസവും പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി കലൂർക്കുന്നിലെ ഈ സന്തോഷിന്റെ വീട്ടിലെത്തി ഈ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നത്. രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. DFOയുടെ പരിശോധനയിൽ ഈ നരഭോജി കടുവ തന്നെയാണ് പശുവിനെ ആക്രമിച്ച് കൊന്നത് എന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് കലൂർക്കുന്ന് കൂടല്ലൂരിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തുള്ള ഈ തോട്ടം മേഖലയും അതുപോലെ തന്നെ എസ്റ്റേറ്റ് മേഖലകളിലും വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ സന്തോഷിന്റെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള വലിയൊരു പാറമടയുണ്ട്. ഈ പാറമടയോട് ചേർന്ന ഭാഗങ്ങളിൽ നിറയെ പൊന്തക്കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പും RRT സംഘവും ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. 25 ക്യാമറകളും 4 കൂടുകളുമായിരുന്നു നേരത്തെ സ്ഥാപിച്ചത്. എന്നാൽ ഇന്ന് ഈ പശുവിനെ കൊന്ന സാഹചര്യത്തിൽ പശുവിന്റെ ജഡം കൂട്ടിനകത്ത് വെച്ച് 2 കൂടുകളാണ് വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ തൊഴുത്തിന് സമീപത്തായി ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ ഈ ചത്ത പശുവിനെ ഇരയായി വെച്ച കടുവയെ പിടികൂടാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മേഖലകളിൽ പശുക്കളുള്ള മറ്റു വീടുകളിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് അവിടെയെല്ലാം രാത്രികളിൽ വനംവകുപ്പിന്റെയും RRT സംഘങ്ങളുടെയും നിരീക്ഷണവും പട്രോളിങ്ങും നടത്താനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 ദിവസമായി ഈ മേഖലയിൽ ഈ നരഭോജി കടുവ കറങ്ങി നടക്കുകയാണ്. വനംവകുപ്പിന് ഇതുവരെ ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൂടല്ലൂർ മേഖലയിലാണ് ആദ്യം കടുവയെ കണ്ടത്. ഈ കർഷകനായ പ്രജീഷിനെ കടുവ ആക്രമിച്ചു കൊന്നതിന് ശേഷം പിന്നീട് വനംവകുപ്പ് ഈ കടുവയുടെ നിരീക്ഷണത്തിൽ പുറകെ തന്നെയായിരുന്നു. എന്നാൽ കടുവ ഈ വനംവകുപ്പിന് കൃത്യമായി വെടിവെക്കാൻ പറ്റുന്ന രീതിയിൽ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പകൽ മുഴുവൻ കടുവ റെസ്റ്റ് എടുക്കുകയും അതുപോലെ രാത്രിയായി കഴിഞ്ഞാൽ കടുവ കൂടുതൽ സമയവും കറങ്ങി നടക്കുന്നു എന്നാണ് വനംവകുപ്പിന് ലഭിച്ച വിവരം. നേരത്തെ, അതായത് ഇന്നലെ വനംവകുപ്പും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമായുള്ള സർവകക്ഷി യോഗമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 100 അംഗ ദൗത്യ സംഘത്തിന് പുറമെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള RRT സംഘവും ഇന്ന് ഈ കടുവാ ദൗത്യത്തിനായി എത്തിച്ചേരുന്നുണ്ട്. നിലവിൽ കോഴിക്കോട് നിന്നുള്ള ദൗത്യസംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കണ്ണൂർ നിന്നുള്ള RRT സംഘവും ഈ ദൗത്യസംഘത്തിനൊപ്പം ചേരുമെന്നാണ് അറിയിച്ചത്. ദീപക് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.